പറയുന്ന ഒന്നും കേൾക്കൂല എന്റെ അടുത്ത്. എനിക്ക് തോന്നുന്നു ഇത് ഒരു നെഗസീവ് എക്സ്പീരിയൻസ് കണ്ടു തോന്നുന്നു. ഇത് ബൗൾ സെറ്റോ ഒന്നുമില്ല. കഷ്ടപ്പെട്ട് പറഞ്ഞോണ്ടിരിക്കും അതിന്റെ ഇടയിൽ കൂടെ ഗൈസ് ഇന്ന് വെഡിങ്ങിന് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ് ഗൈസ്. അൺബോക്സിങ് വീഡിയോ എൻ്റെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. 11 സംതിങ് കണ്ടായി രാത്രി. പക്ഷേ ഇപ്പോൾ ഇന്നലെ എന്നിട്ടും എനിക്കത് പൊട്ടിച്ച് നോക്കണമെന്നുള്ള ത്വര ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെട്ടിയിട്ട വാഴ പോലെയാണ് കിടന്നു തുടങ്ങിയത്. വന്ന് കയറി 9 മണിയായപ്പോഴേ ഞാൻ കയറി കിടന്നുറങ്ങി ഗൈസ്. അല്ലേ എവിടെ പോയി അപ്പോഴത്തേക്ക് വണ്ടി കണ്ടു കൊടുക്കാൻ. ഞാൻ അപ്പോഴത്തേക്ക് പോത്തുപോലെ കിടന്നുറങ്ങി. ഒന്നും അറിയില്ല, നേരെ വെളുത്ത് മാത്രമേ ഇറങ്ങിയോളൂ. അപ്പം ഇന്നലെ അത് പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത് പൊട്ടിക്കാം. നമുക്കെല്ലാം പൊട്ടിക്കാൻ പൈസ ഇവിടെ കിട്ടിയാണെന്ന് ആര് തന്നെയാണ് നമുക്ക് അറിയില്ലെങ്കിൽ പോലും എല്ലാം കൊള്ളാം. പൊട്ടിച്ചോക്കാം. ആദ്യം ഇതേനെ പൊട്ടിക്കാം. ഇത് തന്നത് ഇതൊക്കെ ഇരിക്കുന്നുണ്ടേ മലമായി ഇരിക്കും. സ്പേസ് സ്റ്റേഡിയൊക്കെ എവിടെയും ഇരിക്കി തലയിലോട്ട് ഞാൻ മറക്കില്ല. സോറി, ഞാൻ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു വീഡിയോയിൽ എന്നോട് ഇരുത്തുള്ളൂ. ഞാനൊരു വലിയ സീരിയസ് അതുകൊണ്ട് ഞാൻ വലിയ സീരിയൽ പോയില്ല. അങ്ങനെ കുറെ സ്വീറ്റ്സ് ആണ്. വലുത് വലുത് പൊട്ടിക്കണോ ചെറുത് പൊട്ടിക്കണോ? അതെ. പിന്നെ ഇത് ഓൾറെഡി നമ്മൾ 2 ദിനം തുറന്നു വെച്ചിട്ടുണ്ട്. ഇതില് ഇതൊന്നും ചെയ്തില്ല. ഇത് കിരണിന്റെ അരുന്ന് കഥ പറഞ്ഞു പോയി. പിന്നെ വേറൊരു ഫ്രെയിം ഇത് ആര് തന്നെയാണെന്ന് 2 ഗിഫ്റ്റായിട്ടാണ് എനിക്ക് എടുക്കുന്നത്. ഇത് ആര് തന്നതാണ് കേട്ടോ. പക്ഷേ അടിപൊളി ഫ്രെയിമേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് നമ്മുടെ എല്ലാവരും എല്ലാ ഫോട്ടോസ് അടിപൊളി. നമുക്ക് സേവ് ചെയ്ത ഫോട്ടോസ് എല്ലാം പ്ലാൻ വെഡിങ് അതിന്റെ മുന്നോ അടിപൊളി വർക്കവരായിരുന്നു. അടിപൊളിയായിരുന്നു. വർക്കെല്ലാം രക്ഷയില്ലായിരുന്നു. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ. ഞാനുണ്ട് പൊട്ടിക്കാൻ. ഞാൻ വരണ്ടേ പൊട്ടിക്കാൻ? ഇല്ല. അതെ വേറെ പക്ഷെ കൊള്ളാം കേട്ടോ. ഇതിന്റെ അകത്ത് മഗ്ഗുണ്ട്. അതില്ലേ ഇതിന് 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മഗ്ഗുണ്ട്. ഗ്രീൻ കളർ കൊള്ളാം. അടിച്ചാൽ താഴെ അമ്മ രാവിലെ പറയുന്നത് നമുക്കത് എന്തോ വാങ്ങി അമ്മയുടെ ഫ്രണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നില്ല. വീട്ടിൽ പറയാം. ഉണ്ടാക്കാതെ ഓക്കെ. ഇത് സൂപ്പറാണ്. നമുക്ക് കുറച്ച് സൈഡിലോട്ട് മാറ്റം. ഇത് ആരാണ് കൊണ്ടുവന്നതെന്ന് അറിയത്തില്ല. എല്ലാവർക്കും പറയണ്ട. നിനക്കല്ലേ തന്നത്. ഇതമ്മി ഇത് കിരണിനുള്ള ഇത് ക്ലോക്ക്. എന്റെ വാക്ക് ഒരിക്കലും പിടിച്ചിട്ടാന്ന് വിചാരിച്ചു. കുറെ കട്ട് ചെയ്താൽ ഫോട്ടോസ് ഒക്കെ നമുക്ക് 2 ഫോട്ടോ വയ്ക്കാം. കൊള്ളാം. നല്ല ഫോട്ടോ എല്ലാം. അടുത്തത് പറയും. ഇത് മനപ്പൂർവ്വം കൊള്ളാം. ഇതും കൊള്ളാം. നല്ലൊരു ഫ്രെയിം അല്ലേ? നല്ലൊരു ഫ്രെയിം അല്ലേ? നമ്മുടെ ഇവിടെ നമുക്ക് വീടിന്റെ അത് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അത് നീ കാണിക്കാൻ പറ്റില്ല. വീട്ടിൽ ഇരിക്കണത് കൃഷ്ണനും രാധയുള്ള ഇതേപോലെ ക്രിസ്റ്റലൊക്കെ വന്നത് ശിവറാമിന്റെ എന്റെ ബ്രദറിന്റെ ഫ്രണ്ട്സ് വന്നതിന് എന്റെ മുന്നോ അടിപൊളി ഫ്രെയിം കേട്ടോ. നല്ല സൈസ് കൊള്ളാം. ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നത് അത്. നമ്മുടെ ഫ്രെയിം ഇതെനിക്ക് പ്രസംഗം പറയുന്നതൊക്കെ ഇവൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഗൈസ്? ഇത് നമ്മുടെ അവിടുത്തെ സ്കൂളിലൊക്കെ പ്രസംഗിച്ച ആവശ്യമുള്ളൂ. നമ്മുടെ
പിന്നെ എല്ലാരും അങ്ങനെയൊക്കെ തന്നെ നയിച്ചോട്ടു. നല്ലൊരു ഫ്രൈമാണ്. മാറ്റി കിട്ടിയിട്ടുണ്ടെന്ന് കൊള്ളാം. ഫ്രൈം ഇപ്പൊ തന്നെ പൊട്ടിക്കും. അടുത്ത എന്തോ സംഭവം സൈസ് ഉണ്ട്. പക്ഷെ ബൗൾ സെറ്റിന്റെ മൈൻഡില് പൊട്ടിക്കുന്നവരില്ലായിരുന്നു. 2-3 കിട്ടിയ സ്ഥിതിക്ക് ഇതിന് കുറെ ബൗൾ സെറ്റ് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. കൃഷ്ണന്റെ ആരെ കിട്ടുമെന്ന് എനിക്ക് അറിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൃഷ്ണന്റെ ആരെന്റെ ഫ്രെയിം. ലൈഫ് ഒക്കെ ഉണ്ടായിരുന്നു. രാധയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കൃഷ്ണന്റെ അതിനെ ഇഷ്ടമാണ്. ഏതോ എന്റെ 2 ഫ്രണ്ട്സ് ബ്ലൗളൊന്നും ബൗൾസ് കുറെ കുഞ്ഞു ബൗള്, ഒരു വലിയ ബൗള്, പിന്നെ ഒരു സ്പൂണ്, പിന്നെ ഒരു നല്ല അടിപൊളി ഫ്രെയിം കേട്ടോ. ആര് തന്നെയാണോ എന്തോ എങ്കിലും ആര് തന്നെയാണ് അതിനെ കൊള്ളാം. നല്ല ഇവിടത്തെ രാധയാണ് നല്ലൊരു ശൈലി. നല്ല കൃഷ്ണന്റെ അത് കേട്ടോ കൊള്ളാം. അതിന്റെ തന്നെയാണെങ്കിൽ പേപ്പർ ഇളക്കുമ്പോഴത്തേക്കും സൗണ്ട് കേട്ടില്ല. ഇത് മനഃപൂർവ്വമാണ് ഇത് ചെയ്യുന്നത്, എനിക്കറിയാം. വീഡിയോ ഇത് എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ ഇതേപോലത്തെ കിട്ടിയത്. പക്ഷെ ഇതിന് കുറച്ചുകൂടെ വലുതായിരുന്നു. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. ഇതും കൊള്ളാം. ഇത് കുറച്ചുകൂടെ വലിയ കൃഷ്ണനല്ലേ, നല്ല അടിപൊളി സാധനം. ഇത് അടിപൊളിയായിട്ടോ. ഇത് നമ്മള് റൂമിൽ തന്നെ വെക്കും. ഈ കൃഷ്ണന്റെ റൂമിൽ വെക്കാമോ കൃഷ്ണന്റെ അതിനെ കൊണ്ടുവന്നേണ്. ആരാണെങ്കിലും അടിപൊളി സാധനം കേട്ടോ. ഈ ഫോട്ടോ എന്റെ പൊന്നു ഒരുപാട് പേര് പറഞ്ഞല്ലേ അടിപൊളിന്ന്. ഒരുപാട് പേര് പറഞ്ഞു ഈ ഫോട്ടോസ് അടിപൊളിയാണ്. ഫോട്ടോസിന്റെ അരികെ എടുത്തെടുത്ത് വീണ്ടും പറയും പ്ലാന്റിക്കത് കലക്കി. ഇതും ബൗളാണ് ഗൈസ്. നെക്സ്റ്റ് ബൗൾ. ഇത് നമ്മൾ പറഞ്ഞത് നമ്മൾ കുറെ രാവിലെ തൊട്ടേ ഞാൻ പറയുന്നത്. രാവിലെ തൊട്ട് പറയുന്നത് എന്റെ കൂട്ടുകാരി ഒരു ഉരുളി വന്നിട്ടുണ്ട് തരണേ, ഉരുളി വന്നിട്ടുണ്ട് തരണേ. ആ ഉരുളിയാണ് ഉരുളിയല്ലേ ഇത്. ഇതാ തോന്നി ബിരിയാണി വെക്കാം, ചിക്കൻ കറി വെക്കാം, എല്ലാം വെക്കാം. അടിപൊളി സാധനം അല്ലേ. കുറച്ച് ബിരിയാണി, കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ബിരിയാണി വെക്കാൻ കൊള്ളാം. അല്ലെ വീട്ടിലത്തേക്ക് വേണ്ടിട്ട് അമ്മയുടെ സെലക്ഷനാണ്. പാന്റ് കോട്ട് സെറ്റ് പോലത്തെയാണ്, സ്ലീവ്ലെസ് ആണ്. കൊള്ളാം അല്ലേ. വേറെ അടിപൊളിയായിരിക്കും. ഇത് സെറ്റാണ്. കുഞ്ഞ് 2 പ്ലേറ്റ്, ഇതിന്റെ തന്നെ വലിയ പ്ലേറ്റ്, ഒരു ബൗള്. നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ അത് കാണാൻ. അടിപൊളി സാധനം. ഐസ്ക്രീം ഒക്കെ കൊടുക്കാൻ പറ്റുന്ന അല്ലേ. കൊള്ളാം. നല്ല ബൗൾ സെറ്റ് കേട്ടോ. പിന്നെ ഇത് ഈ കൃഷ്ണന്റെ ആദയം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോന്നു? പണ്ടത്തെ വീട്ടിലൊക്കെ വയ്ക്കുന്ന നടക്കുന്ന കൃഷ്ണന്റെ ആദയങ്ങളൊക്കെ തോന്നില്ലേ? തോന്നുന്നുണ്ടാ? നിങ്ങൾക്ക് തോന്നുന്നില്ല? പണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന കൃഷ്ണന്റെ ആദയുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ. പണ്ട് എന്റെ അമ്മാമ്മയുടെ വീട്ടിലൊക്കെ ഇതാണ് പൂജാമുറി വെക്കുന്ന ഒരു കൃഷ്ണന്റെ ആദയങ്ങളൊക്കെ. ഇതൊക്കെ പണ്ടത്തെ ഒരു ഇതാണൊക്കെ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് അല്ലേ. ഒരു മുമ്പൊക്കെ ഓരോ വീഡിയോയിലും പോകുമ്പോ ഇങ്ങനത്തെ ഫ്രെയിം ഉണ്ടായിരുന്നു. കൊള്ളാം ഗൈസ്, നല്ല ഫ്രെയിം. നമുക്ക് എവിടേക്കും ഹാളിലല്ല, നമുക്ക് വേണം ഇവിടെ വെളിയിലേക്ക്. ഞാൻ ഉദ്ദേശിച്ച് ഞാൻ വിചാരിച്ചാണ്. അങ്ങനെ നമ്മുടെ എന്താ വീഡിയോയുടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം പൊടിച്ചു നമ്മള്. ഇവിടെ നാട്ടിൽ ഇതെല്ലാം ഒതുക്കിയിട്ട് വേണം. നമ്മൾ കട്ടിലിന്റെ ഏറ്റവും തുമ്പത്തായിരിക്കുന്ന ഇനി അങ്ങും വരുന്നു കിടക്കുന്നു. ഇത് മൊത്തം ഒതുക്കണം. ഇനി നമ്മൾ ഒതുക്കിയിട്ടൊക്കെ എപ്പ കിടക്കും അറിയത്തില്ല. രാവിലെ വല്ല പറഞ്ഞ ഇനി രാവിലെ നാളെ അമ്മയൊക്കെ ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകും. ഗായ്സൊക്കെ വീട്ടിൽ പോയിട്ട് ഭയങ്കര വിഷമം. കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തിരിച്ചു പോകാം അല്ലേ. അവനൊന്നും അറിയണ്ട ഗൈസ്. അതിൽ ഞാൻ അവന് സ്വന്തം വീട്ടിലാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഒരു മനസ്സിലാവുന്നതല്ലേ. എന്റെ വിഷമമൊക്കെ ഭയങ്കര പിടിച്ചാണ് അല്ലേടാ. പിന്നെ ഹാപ്പി അവിടെ ഒറ്റയ്ക്കുള്ളൂ. പക്ഷെ ഹാപ്പിന്ന് വന്നേട്ടോ. അപ്പൊ ഞാൻ ഹാപ്പി നാളെ ഹാപ്പിനെ കൊണ്ടുവരും. എന്നിട്ടാവും ആൾക്കാർ നീ ഉറങ്ങിയാന്ന് വിചാരിക്കും. അതെ കുറച്ച് നേരത്തേക്ക് വരാം. പോട്ടെ. ഓ ഇല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ. എവനും എവന്റെ ഗ്രൂപ്പ് ഫുൾ ഇൻവെർട്ടേഴ്സ് ആണ്. എന്താന്നറിയില്ല, എന്റെ നമ്മുടെ ഫ്രണ്ട് ഗ്യാങ്സ് എല്ലാവരും ഇൻവെർട്ടേഴ്സ്. പക്ഷെ ഞാനൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഭയങ്കര എക്സ്ട്രോവേർട്സ് ആണ്. എല്ലാവരും ഇല്ല, ഗ്യാങ്ങിലുള്ള. അതെ, എങ്കിലും നിങ്ങളെക്കാട്ടിലും ഉണ്ടോ എന്ന് തോന്നുന്നു. ഇവരൊക്കെ ഉണ്ട് കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയല്ല, എങ്കിലും എല്ലാവരും ഫ്രണ്ട്ലിയാണ്. പിന്നെ
ചെയ്യുന്നത്. അതിനിടയിൽ എന്തൊക്കെ പറയും, നിങ്ങൾക്ക് ഡീസന്റ് നോക്കോ? പിന്നെ ഒന്നും അറിയില്ല. ഉത്തരം കിട്ടുമ്പോ കൊഞ്ഞനെ കുത്തുന്ന ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ ഗുഡ് നൈറ്റ്. എന്റെ മൈലാഞ്ചിയൊക്കെ പോയി ഗൈസ്, പുതുമുടിയൊക്കെ പോവുകയാണ്. മാരേജിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ അല്ലേ, ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഇത് ലാസ്റ്റ് വീഡിയോ അല്ലാതിരിക്കും. അതെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നും വേണമെങ്കിൽ ഗൈസ്, ഇല്ലെങ്കിൽ ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ അവസാനം ശല്യം കാരണം ഇരുന്നത് കാണണം. ഓ ശല്യം, എവിടെ വീഡിയോ കണ്ട് കളയാന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുന്നവരെ ഞാൻ ഇടും ഗൈസ്. ഇന്നോട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയാണ് അല്ലേ. കിരണിനെ ഈ വീഡിയോയിലോട്ട് എത്തിക്കണം ഗൈസ്. കിരൺ ഭയങ്കര ഉറക്കം തൂങ്ങിയാണ് സംസാരിക്കുന്നത് അല്ലേ. കിരണിനെ കുറച്ചുകൂടെ ഇതാക്കണം. അപ്പൊ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ. എല്ലാവർക്കും താങ്ക്സ് ഫോർ ദ ഗിഫ്റ്റ്. Bye guys.